ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ നാടൻ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല പഞ്ഞി പോലുള്ള വട്ടയപ്പമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന വട്ടയപ്പത്തിനേക്കാൾ നല്ല സ്വാദും സോഫ്റ്റുമായ വട്ടയപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 1 കപ്പ് നിറയെ പച്ചരി ആഡ് ചെയ്യാം. നല്ല പച്ചരിയാണ് ഇതിന് വേണ്ടി എടുക്കേണ്ടത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് 4-5 തവണ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് മൂടി വെച്ച് 6 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. ഇപ്പോൾ 6 മണിക്കൂറായിട്ടുണ്ട്. അരി നന്നായി കുതിർന്നിട്ടുണ്ട്. കുതിർത്തെടുത്ത അരിയിലെ വെള്ളം നന്നായി ഊറ്റി കളഞ്ഞിട്ടാണ് അരച്ചെടുക്കേണ്ടത്. വെള്ളം കൂടിപ്പോയാൽ മാവ് ലൂസായി പോകും. അതുകൊണ്ടാണ് അരിപ്പയിലിട്ടതുപോലെ ഊറ്റിയെടുക്കുന്നത്. ഇനി അരി എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ ഒരു ജാറിലിട്ട് ഇളം ചൂട് വെള്ളവും ആഡ് ചെയ്ത് നന്നായി അരച്ച് തേങ്ങാപ്പാൽ എടുക്കാം. 1/2 കപ്പ് പാല് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വലിയ ജാറിൽ കുതിർത്തെടുത്ത അരിയിൽ നിന്നും കുറച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ പകുതിയും ആഡ് ചെയ്ത് നന്നായി അരച്ചെടുക്കാം. നല്ല ഫൈനായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇപ്പോൾ അരച്ചെടുത്ത മാവിൽ നിന്നും 4 ടേബിൾ സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ച് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. ഇനി ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി കുറുകി വരുന്നതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നേരത്തെ അരിയും തേങ്ങാപ്പാലും അരച്ചതിൽ ബാക്കി വന്ന മാവിലേക്ക് ബാക്കിയുള്ള അരിയും ബാക്കിയുള്ള തേങ്ങാപ്പാലും 1/2 കപ്പ് തേങ്ങയും ആവശ്യത്തിന് ഉപ്പ് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/4 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 3 ഏലക്കയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. തൊലി കളഞ്ഞ ഏലക്കയാണ്. അരച്ചെടുത്ത മാവിലേക്ക് നേരത്തെ കുറുക്കിയെടുത്ത മാവ് കൂടി ആഡ് ചെയ്ത് ഇനി നന്നായി ഒന്നുകൂടെ അരച്ചെടുക്കാം. മാവിൽ അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മാവ് ഒന്ന് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതുപോലെ കുഴിവുള്ള ഒരു പാത്രം വേണം മുകളിൽ മൂടി വയ്ക്കേണ്ടത്. മാവ് പുളിച്ച് പൊങ്ങുമ്പോൾ താഴെ പോകാതിരിക്കാൻ വേണ്ടി അടിയിലൊരു പരന്ന പാത്രം വെച്ച് കൊടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം മൂടി വയ്ക്കേണ്ടത്. ഏകദേശം ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കിയപ്പോൾ മാവ് പുളിച്ച് പൊങ്ങി നിൽക്കുന്നു. ഈ ലെവലിൽ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. കുറേ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഒരു തവി കൊണ്ട് പതിയെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബബിൾസൊക്കെ പോവും. ഈ ബബിൾസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റായി കിട്ടുന്നത്. അതുകൊണ്ട് ഒരുപാട് ഇളക്കി കൊടുക്കരുത്. ഇത് ഇപ്പോൾ തന്നെ മാവ് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. വട്ടയപ്പം ചുടാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം. അതിനകത്തായി ഇഡ്ഡലി തട്ട് കമഴ്ത്തി വയ്ക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് വെള്ളം തിളപ്പിക്കുക. ഈ സമയം വട്ടയപ്പം തയ്യാറാക്കാനുള്ള കുഴിവുള്ള ഒരു പരന്ന പാത്രം എടുത്ത് അതിൽ കുറച്ച് നെയ്യ് പുരട്ടിയെടുക്കാം. ഇനി പാത്രത്തിലേക്ക് കുറേശ്ശെയായി മാവ് ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിക്കാതെ പാത്രത്തിൻ്റെ പകുതി ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാവ് പൊങ്ങി കളയാൻ സാധ്യതയുണ്ട്. ഇനി മാവ് നിറച്ച പാത്രം കുക്കറിനകത്ത് വെച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ വട്ടയപ്പം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം പുറത്തെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ പാത്രത്തിൽ നിന്നും ഇളക്കിയെടുക്കാവൂ. നന്നായി തണുത്തപ്പോൾ പാത്രത്തിൽ നിന്നും വിട്ട് നിൽക്കുന്നുണ്ട്. കൈ കൊണ്ടിങ്ങനെ നമുക്ക് ഇതിൽ നിന്നും ഇളക്കി എടുക്കാം. അത്ര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ് കിട്ടിയത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഈ ക്രിസ്മസിന് നിങ്ങൾ ഇങ്ങനെ ഒരു വട്ടയപ്പം ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. ബാക്കിയുള്ള മാവിൽ ഒരു വട്ടയപ്പവും ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണിത്. ഈ 2 വട്ടയപ്പം ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ചെറിയ പാത്രത്തിൽ ചെറിയൊരു വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ നാടൻ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.